ഹലോ, വെൽക്കം ബാക്ക് ടു ഗീതാസ് ടേസ്റ്റ് ഗാലറി. ഇന്നത്തെ റെസിപ്പി തിരുവാതിര ആയതുകൊണ്ട് ഒരു കൂവപ്പായസമാണ്. ആരോ റൂട്ട് പൗഡർ വെച്ചിട്ടുള്ള പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂണ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, ആരോ റൂട്ട് പൗഡർ. പിന്നെ വേണ്ടത് 1 കപ്പ് ശർക്കര, ഉണക്കമുന്തിരി, 2 ഏലക്കായ, കുറച്ച് ജീരകം, 1 പീസ് ഉണങ്ങിയ ചുക്ക്, അണ്ടിപ്പരിപ്പ്, 1 ഏത്തപ്പഴം, നെയ്യ്, കുറച്ച് തേങ്ങ. ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നെയ്യ് ഒഴിച്ച് അതിൽ ഏത്തപ്പഴം, മുന്തിരി, അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. നെയ്യ് ചൂടായി അതിൽ അണ്ടിപ്പരിപ്പ് ആദ്യം വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റിയിട്ടുണ്ട്. മുന്തിരി വറുത്തെടുക്കുക. മുന്തിരിയും വറുത്ത് മാറ്റി. ഇനി പഴം വറുത്തെടുക്കുക. പഴം വറുത്തെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കാം, ബ്രൗൺ കളർ വരാനാണ്. ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഇനി ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം. മധുരമൊക്കെ ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇത് അരിച്ചെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാണ്. കൂവപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടല്ലാതെ നന്നായിട്ട് ഇളക്കി എടുക്കണം. 2 ടേബിൾ സ്പൂൺ പൊടിക്ക് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. 1/2 കപ്പ് ശർക്കരപ്പാനി ഉണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാണ്ട് വെച്ചാൽ കട്ടയിട്ട് വരും. ഇതിപ്പോൾ കുറേശ്ശെ തിക്കായിട്ട് വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ കുറച്ച് പാലൊഴിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു. ഇനി ആവശ്യത്തിന് തേങ്ങ ചേർക്കാം. വറുത്ത് വെച്ച പഴം ചേർക്കാം. പരിപ്പ് ചേർക്കാം. വറുത്ത് വെച്ച മുന്തിരി, അടിച്ചു വെച്ച ഏലക്കായ, ചുക്ക്, ജീരകം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൂവപ്പായസം റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് എല്ലാവരും കൂവപ്പായസം, കൂവ വരകിയതൊക്കെ ഉണ്ടാക്കും.